ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു അറേബ്യൻ ഡെസേർട്ടാണ്. അപ്പോൾ വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പുഡിംഗ് റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ കണ്ടു നോക്കുക. അപ്പോൾ ഇത് വേഗം സെറ്റാക്കി എടുക്കാനും പറ്റും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡെസേർട്ടാണ്. അപ്പോൾ ഞാനിവിടെ 1 ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 200 ഗ്രാം കണ്ടൻസ്ഡ് മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3/4 കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കുക. ഇനി ഞാനിവിടെ ഒരു 1/2 കപ്പ് കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് പാലൊഴിച്ച് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് മിക്സാക്കി എടുക്കുക. ഇനി പാലിന് പകരം നിങ്ങൾ വെള്ളത്തിൽ മിക്സ് ചെയ്താലും മതിയാവും. ഇനി നമ്മൾ ആദ്യം റെഡിയാക്കി എടുത്ത പാലിൻ്റെ കൂട്ട് ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലോർ നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ കോൺഫ്ലോർ ഒഴിച്ച് കൊടുത്തതിന് ശേഷം കണ്ടിന്യൂസ് ആയിട്ട് ഇത് ഇളക്കി കൊടുക്കുക. അപ്പോൾ അടിയിൽ പിടിക്കാതെ ശ്രദ്ധിക്കുക. നന്നായിട്ട് മിക്സാക്കി എടുക്കുക. അപ്പോൾ ഇത് തിക്കായി വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ചേർത്ത് കൊടുക്കുന്നത് റോസ് വാട്ടറാണ്. 1 ടേബിൾ സ്പൂൺ റോസ് വാട്ടറും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സാക്കി എടുക്കുക. പിന്നെ ഏലക്കായുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ഇതിന് പകരം വാനില എസൻസ് ചേർത്ത് കൊടുത്താലും മതി. ഇനി പുഡിങ്ങിൻ്റെ കൂട്ട് നമുക്കൊരു സർവിങ് ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇങ്ങനെ സെറ്റാക്കി എടുക്കാം. അതല്ലെങ്കിൽ വലിയൊരു ട്രേയിൽ ഒഴിച്ചിട്ട് അങ്ങനെ വേണമെങ്കിലും സെറ്റാക്കി എടുക്കാം. അപ്പോൾ ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കുക. അപ്പോൾ ഇനി സെറ്റായി കഴിഞ്ഞതിന് ശേഷം ഞാനിതൊന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റിയത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് പിസ്ത പൊടിച്ചിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഡെസേർട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.